ഏവർക്കും സ്നേഹവന്ദനം. ഇറാൻ ആണവോർജ പരിധി ലംഘിച്ചതായി 2025 ജൂൺ 12-ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നും ഉറങ്ങിക്കിടന്ന ഇറാനെ അകാരണമായിട്ട് ഇസ്രായേൽ അടിച്ചു എന്നൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഇറാന്റെ തന്ത്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ IAEA എന്ന് പറയുന്ന ആ സംഘടന, ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആണവ ഊർജവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സംഘടന ലോകത്തോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതിന്റെ പിറ്റേ ദിവസമാണ് ഇസ്രായേൽ ഇറാനെ മുന്നറിയിപ്പോടുകൂടെ തന്നെ ആക്രമിക്കുവാനായിട്ട് തുടങ്ങിയത്. കാരണം വളരെ വ്യക്തവും ലോക ജനതയ്ക്ക് അംഗീകരിക്കാവുന്നതുമാണ് എന്നുള്ളത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ആണവായുധം അഥവാ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ ഇറാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള വാർത്തയായിട്ട് വരുന്നത്. ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർ ചിലതെല്ലാം ഇതിനോടകം തന്നെ നിർമ്മിച്ചു തുടങ്ങിയെന്നും പറയുന്നു. ഏകദേശം 5ഓളം ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിച്ച് അതിൻ്റെ അന്ത്യഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു ചിന്ത, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ ആ ആറ്റമിക് ബോംബുകൾ ഇസ്രായേലിൻ്റെ മേൽ ഇപ്പോൾ വർഷിക്കുന്നില്ല എന്ന ചോദ്യം ഉണ്ടാകും. അതിൻ്റെ മറുപടി, ഈ സമയത്ത് ഇസ്രായേലിൻ്റെ മേൽ ഇറാൻ അത്തരമൊരു തീരുമാനം എടുക്കുന്നത്, പ്രത്യേകിച്ച് ഇറാനെതിരായി ഇസ്രായേൽ വ്യോമസേനയുടെ തീവ്രമായ ആക്രമണവും ഇറാൻ്റെ ആണവ പദ്ധതിയിലേക്ക് ഇസ്രായേലിൻ്റെ ആഴത്തിലുള്ള ഇൻ്റലിജൻസ് നുഴഞ്ഞുകയറ്റവും ശ്രദ്ധിച്ചാൽ ഇറാനെ അത്യന്തം അപകടത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ഇപ്പോൾ അമേരിക്കയും നേരിട്ട് ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രചരണത്തിൽ അമേരിക്കയും കൂടെ ചേരാൻ പ്രേരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതിനാൽ ഇറാൻ ഒരു ആണവ സ്ഫോടനം ഒഴിവാക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് ചില ആളുകളെങ്കിലും കരുതിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് റാസിംറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള ടെൽ അവീവ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെയും അലയൻ സെന്റർ ഫോർ ഇറാനിയൻ സ്റ്റഡീസിലെയും മുതിർന്ന ഗവേഷകനായിട്ടുള്ള റാസ് സിംറ്റ്, കൂടാതെ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഒരു പരിചയസമ്പന്നനായ ഇറാൻ നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹം പറയുന്നത്, ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന പരിസ്ഥിതികവും ആരോഗ്യപരവുമായിട്ടുള്ള ആശങ്കകൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ഭീഷണി നിലനിൽക്കുകയാണ്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ജൂൺ 13-ന് പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അഥവാ IAEA നിലവിൽ നദാൻസ് സമ്പുഷ്ടീകരണ കേന്ദ്രത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ഉയർന്ന വികിരണ നിലവാരമില്ലെന്നും ഇറാനിയൻ അധികാരികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടു. ജൂൺ 14-ന് ഇസ്രായേൽ ആക്രമണത്തിൽ യുറേനിയം പരിവർത്തന സൗകര്യവും ഇന്ധന പ്ലേറ്റ് നിർമ്മാണ പ്ലാന്റും ഉൾപ്പെടെ 4 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച എസഫ്ഹാൻ സൈറ്റിലെ ഓഫ് സൈറ്റ് വികിരണത്തിലും മാറ്റമൊന്നുമില്ലെന്ന് IAEA പറഞ്ഞതായി ജെന്നിഫർ ഡി ഗോർഡൻ എന്ന് പറയുന്ന വ്യക്തി റിപ്പോർട്ട് ചെയ്യുകയാണ്. ആണവോർജ നയ സംരംഭത്തിൻ്റെ ഡയറക്ടറും അറ്റ്ലാന്റിക് കൗൺസിലിൻ്റെ ഗ്ലോബൽ എനർജി സെന്ററിലെ ആണവോർജ നയത്തിൻ്റെ ഡാനിയൽ ബി പോൺമാൻ ചെയർമാനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. IAEA എങ്ങനെയാണ് ഇതിനെ പ്രതികരിച്ചിരിക്കുന്നത്? ഇപ്പോൾ നടക്കുന്ന ഈ ബോംബ് സ്ഫോടനങ്ങൾ, ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ യുദ്ധം, അതിനെക്കുറിച്ച് IAEA എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര നിയമപ്രകാരം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് സന്ദർഭമോ സാഹചര്യമോ പരിഗണിക്കാതെ ആണവ കേന്ദ്രങ്ങൾ ഒരിക്കലും ആക്രമിക്കപ്പെടരുത് എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളോട് IAEA വളരെ കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത്, സമാധാനപരമായ ആവശ്യങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഏതൊരു സായുധ ആക്രമണവും ഭീഷണിയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൻ്റെയും അതേപോലെ തന്നെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും ഏജൻസിയുടെയും ചട്ടത്തിൻ്റെയും തത്വങ്ങളുടെയും ലംഘനമാണെന്ന് IAEA പൊതുസമ്മേളന പ്രമേയങ്ങൾ പ്രസിദ്ധീകരിച്ചത് നമ്മൾ വായിച്ചു കാണും. എന്നാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്രയധികം സമ്പുഷ്ട യുറേനിയം കൂട്ടിവെച്ചത് എന്നതിന് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഈ IAEA വളരെ കൃത്യമായിട്ട് പറയുകയാണ്.
അവരെന്തിനു വേണ്ടിയിട്ടാണ് തങ്ങളുടെ പൊതു ഉപയോഗത്തിന് മാത്രമായി നീക്കിവെച്ചിരുന്നു എങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയായിട്ടുള്ള ശേഖരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ആവശ്യമില്ലായിരുന്നല്ലോ. അവരുടെ സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ, അവരുടെ ഊർജ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ഊർജോൽപാദനത്തിന് വേണ്ടിയിട്ടും മാത്രമായിരുന്നുവെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ള ഈ 60% ഈ പറയുന്നതായിട്ടുള്ള യുറേനിയം അവർക്ക് കൂട്ടിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പം ഏകദേശം 60% അവർ കൂട്ടിവെച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ 4/1 മതിയായിരുന്നല്ലോ അവരുടെ രാഷ്ട്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്നാണ് IAEA റിപ്പോർട്ടിൽ പറയുന്നത്. എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കൂടെ അവർ നിരീക്ഷിക്കുന്നുണ്ട്. അതിനെ ജെന്നിഫർ ഡി ഗോർഡൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നത് എങ്ങനെയാണ്? ട്രംപിൻ്റെ ഭരണകൂടവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സർക്കാരും ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ യോജിപ്പിലാണ്. പക്ഷേ മാർഗങ്ങളുടെ കാര്യത്തിൽ ചില വിയോജിപ്പുകൾ അവർക്കുണ്ട്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മളതൊക്കെ കേട്ടിരുന്നതാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കുകൾ ആണവായുധം ഉണ്ടാക്കുന്നത് തടയുക എന്ന ലക്ഷ്യമായിട്ടാണ് ഇരു കൂട്ടരും രംഗത്തുള്ളത്. ഗാസയിൽ ഹമാസിനെ ശാശ്വതമായി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ കുറച്ച് ശക്തി മാത്രമായി അതിനെ മാറ്റുക എന്നീ ലക്ഷ്യങ്ങളാണ് രണ്ടു കൂട്ടർക്കും ഉള്ളത്. നമുക്കറിയാവുന്ന പോലെ ആഹിഹു എന്ന് പറയുന്നത് ഹമാസ്, ഹിസ്ബുള്ള, അതുപോലെ ഹൂത്തികൾ, ഈ 3 ഗ്രൂപ്പുകളും അത് നിലനിൽക്കുന്നത് തന്നെ ഇറാൻ്റേതായിട്ടുള്ള പണം വാങ്ങിക്കൊണ്ടും അവരുടേതായിട്ടുള്ള പ്രോക്സികളായിട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ബലഹീനതകൾ അല്ലെങ്കിൽ അവരുടെ ശക്തിയില്ലായ്മയാണ് ലോകരാജ്യങ്ങൾക്ക് ശക്തി എന്ന് വിശ്വസിക്കുന്നവരാണ് ഇസ്രായേലും അതുപോലെ അമേരിക്കയും. മാത്രമല്ല അവരുടെ സഖ്യകക്ഷികളെല്ലാം തന്നെ, ഈവൻ ബാക്കിയുള്ള അറബ് രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ പോലും അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സമാധാനത്തിലൂടെ ശക്തി നേടുന്ന ഒരു പ്രസിഡന്റ് ആകാനായിട്ട് ഈ ട്രംപ് ആഗ്രഹിക്കുന്നു. അതിനാൽ ഒരു ഭാഗത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ചും മറുവശത്ത് മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടാണ് ട്രംപ് ഈ വിഷയത്തിൽ ആദ്യമായിട്ട് പ്രതികരിച്ചതെന്നുള്ളത് നമുക്കറിയാം. ഇറാനിയൻ ആണവ ഭീഷണി ഇല്ലാതാക്കാൻ നെതന്യാഹു ഒരു മാർഗം മാത്രമേ കാണുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതാണ് ഈ യുദ്ധത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതായിട്ട് അദ്ദേഹം പറയുന്നു. കൂടാതെ ട്രംപ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കരാറിന് ഇറാൻ ഭരണകൂടം ഒരിക്കലും സമ്മതിക്കുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇറാനുമായിട്ടുള്ള ഈ ആണവ കരാർ സംബന്ധമായിട്ടുള്ള ടോക്കിൽ 5 പ്രാവശ്യവും ഇറാൻ വിസമ്മതം രേഖപ്പെടുത്തിയത് കൊണ്ടാണ് അത് സക്സസ് ആകാതെ പോയത്. 6ാമത്തെ പ്രാവശ്യം വീണ്ടും അമേരിക്ക അവരെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും അവർ വഴങ്ങുകയില്ലെന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുദ്ധം മാത്രമായിരുന്നു ഏക പോംവഴി എന്ന ലെവലിലേക്ക് കൊണ്ടെത്തിച്ചു. മറ്റൊരു പ്രധാന കാര്യം, ട്രംപും നെതന്യാഹുവും ഈ സമയത്ത് തങ്ങളുടെ രാഷ്ട്രങ്ങളെ നയിക്കാൻ തങ്ങൾക്ക് ഭൂരിപക്ഷ ജനവിധി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതിനാൽ തന്നെ ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ നെതന്യാഹു പ്രതിജ്ഞാബദ്ധരാണ്. ആ ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ട്രംപിനും ഒരു നിലനിൽപ്പ് തൻ്റെ രാജ്യത്തിലുമില്ല. അതുകൊണ്ട് ഇരു കൂട്ടരും ഇസ്രായേലിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിലനിൽക്കുവാനും പ്രവർത്തിക്കുവാനും പ്രതിജ്ഞാബദ്ധരാണെന്നുള്ളത് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ലോകരാഷ്ട്രങ്ങളുടെ ആവശ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പാണ്. ഇസ്രായേലിലുള്ള ഓരോ വ്യക്തികളും പ്രാധാന്യം അറിയിക്കുന്ന വ്യക്തികളാണ്. അതിൻ്റെ കാരണം എന്താണ്? അവിടെ നിന്നാണ് ലോകത്തിലേക്കുള്ള എല്ലാ വിധത്തിലുള്ള പുതിയ നൂതനമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും കൊണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അനിവാര്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. അതിനെ ത്യജിക്കുന്ന, അതിനെ തള്ളിപ്പറയുന്ന, അതിനെ കുറ്റപ്പെടുത്തുന്ന, ഇസ്രായേലിന് വിരോധമായി സംസാരിക്കുന്ന ഏത് രാഷ്ട്രീയ പൊങ്കന്മാരാണെങ്കിലും നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, നിങ്ങൾ വാചാടമായി സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ അത് ലോകം അറിയണമെങ്കിൽ, അത് ലോകത്തിലേക്കൊക്കെ പാസ് ചെയ്യപ്പെടണമെങ്കിൽ, ആളുകളൊക്കെ കേൾക്കണമെങ്കിൽ അതിന് ഉപയുക്തമായിട്ടുള്ള എല്ലാ ഡിവൈസസും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളും നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ ഇസ്രായേലിനെ ബഹിഷ്കരിക്കുകയോ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ എഴുത്തി നിങ്ങൾ സംസാരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ ലോകം മനസ്സിലാക്കുകയില്ല. അത് നിങ്ങൾ പ്രാരംഭമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം.
ഓക്കെ. അപ്പം ഈ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ള അമേരിക്കയുടെയും അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒക്കെ ആ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി വരുന്ന ആവശ്യമായിട്ടുള്ള യുദ്ധമുറകളിലേക്ക് നീങ്ങിയേ മതിയാകൂ എന്നതുകൊണ്ടാണ് അവരിപ്പോൾ യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്ന ആരാണെന്ന് അറിയണ്ടേ? അറ്റ്ലാന്റിക് കൗൺസിലിലെ മിഡിൽ ഈസ്റ്റ് പ്രോഗ്രാമുകളിലെ സ്കോക്രോഫ്റ്റ് മീഡിയയിൽ ഈസ്റ്റ് സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിലെ ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള സീനിയർ ഫെലോ ആയ തോമസ് എസ് വാരിർക്ക് എന്ന് പറയുന്ന ആ വ്യക്തി വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഇറാനുമായി US ആണവ കരാർ നേടാനുള്ള സാധ്യത സംഘർഷം മൂലം നഷ്ടപ്പെട്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ ഒരു സ്തംഭനാവസ്ഥയിലായി നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. ഇറാൻ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കണമെന്ന് വാഷിങ്ടൺ നിർബന്ധിക്കുകയും ഇറാനിലുള്ള പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ ടെഹ്റാൻ അഥവാ ഇറാൻ ഒരിക്കലും അത് ഉപേക്ഷിക്കയില്ലെന്ന് വാശി പിടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇറാനെതിരായ ഇസ്രായേലി സൈനിക ആക്രമണങ്ങളുടെ വ്യാപ്തി, അതിൻ്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, ആണവ ശാസ്ത്രജ്ഞർ, ബാലിസ്റ്റിക് മിസൈൽ ശേഖരം, അടുത്തിടെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഭരണമാറ്റം ലക്ഷ്യമായിട്ടുള്ളതായിട്ട് ഇറാനിൽ കണക്കാക്കപ്പെടുന്നതും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഖൊമേനിയെ മാറ്റണമെന്ന് പറയുന്നത്? കാരണം അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തം. അദ്ദേഹമാണ് അവരുടെ എല്ലാ വ്യോമസേനയുടെയും അതുപോലെ അവരുടെ സൈന്യത്തിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള വ്യക്തി. അദ്ദേഹമാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. പ്രസിഡന്റിനേക്കാളും അധികാരമാണ് ഖൊമേനിക്ക്, ആയത്തുള്ള അലി ഖമേനിക്കുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ അധികാര സീമയിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ വിധത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോയിരിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലിന് ജീവിക്കണം. ഒറ്റ വാക്കിൽ അവരുടെ മറുപടി അതാണ്: വി വാണ്ടഡ് ടു ലീവ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണം. അതിന് ഞങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്ന ഒന്നാണ് ഇസ്രായേൽ. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഹമാസ് അല്ലായിരുന്നോ? ഹമാസിനെ കൊണ്ട് ആരാണ് യുദ്ധം ചെയ്യിച്ചത്? അതേപോലെ ഹൂത്തികളെ കൊണ്ട് ആരാണ് യുദ്ധം ചെയ്യിക്കുന്നത്? അപ്പം ഈ പറയുന്നതായിട്ടുള്ള പ്രോക്സി വാറിൽ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്തായിട്ടുള്ള ഇറാനോട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഒരു ചർച്ചയോ ഒരു വിട്ടുവീഴ്ചയോ ഇനി ഇതിന് പകരമായിട്ടില്ല എന്ന് ഇസ്രായേൽ കണ്ടതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് അവരിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട്, അങ്ങനെയാണെങ്കിൽ ഇറാന് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിക്കൂടെ? അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കി ഈ മിസൈൽ വഴിയായിട്ട് തന്നെ ഇസ്രായേലിലേക്ക് ഇട്ടുകൂടെ എന്നുള്ള ചോദ്യം. അതിൻ്റെ മറുപടിയാണ് നേരത്തെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇസ്രായേലിൽ കയറി അടിക്കുന്നു, ഇസ്രായേൽ തകർന്നു പോകുന്നു എന്നൊക്കെ ഇവിടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്നതായ ഒരു കാര്യം, ഇസ്രായേലിലെ ജീവിത നിലവാരങ്ങൾ, ജീവിത രീതികൾ സാധാരണഗതിയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അവിടുന്ന് വിളിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ 10-15 പേരെ അല്ല, എനിക്കറിയാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പല സ്ഥലങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെയും വിളിക്കുന്നുണ്ട്. അവിടെ ഇസ്രായേലിലുള്ള ആളുകൾ, ജോലിക്ക് പോയിരിക്കുന്നവരും അവിടുത്തെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ താമസിക്കുന്ന ആളുകളും. അപ്പോൾ അവരെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നത് അവരുടെ ജീവിതം സാധാരണഗതിയിലാണ്. കാരണം അങ്ങനെ സാധാരണഗതിയിൽ അവർ ജീവിക്കാൻ കാരണം അവർക്ക് യുദ്ധമെന്ന് പറയുന്നത് ഒരു പുതുമയാർന്നതല്ല. അവർക്ക് ഇത് കാഷ്വലായിട്ടുള്ള സാധാരണ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ യുദ്ധം വരുന്നു എന്ന് പറഞ്ഞ് ഭീതിപ്പെട്ടിരിക്കുന്നവരല്ല, അവർ ഊർജ്ജസ്വലമായി തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഇൻ്റർനാഷണൽ ഹോട്ടലുകളിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ അടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഫ്ലൈറ്റുകളെല്ലാം തന്നെ ഓഫാക്കിയതിനാൽ എയർപോർട്ടുകളൊന്നും പ്രവർത്തിക്കാത്തതുകൊണ്ട് അവിടെയൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികൾ ആരും തന്നെ വരാറില്ല, സന്ദർശകർ വരാറില്ല. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ട്. അതിനാൽ തന്നെ ഹോട്ടലുകളെല്ലാം അടച്ചിരിക്കുന്നതിനാൽ അവർക്ക് ജോലി കുറച്ചു കാലത്തേക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളത് അവർക്കറിയാം. അതിന് ബദലായിട്ടുള്ള ജോലിയും അവർക്ക് സർക്കാർ തന്നെ സംഘടിപ്പിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് അത്തരക്കാരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മളൊരു കാര്യം ഓർത്തോണം, ഒരു ആണവ പൊട്ടിത്തെറി ടെഹ്റാനിൽ പരിഗണിക്കാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, വളരെ പ്രധാനമായിട്ട്. കാരണം അവരുടെ ആണവ ആയുധങ്ങളൊക്കെ ഒളിച്ചു വച്ചിരിക്കുന്ന,
അവരുടെ സമ്പുഷ്ട യുറേനിയം എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ള ആ ഒളിത്താവളങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഇന്നോടുകൂടെ ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് സമയത്തോടെ വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും യുദ്ധം അവസാനിപ്പിക്കാനും ചർച്ചയിലേക്ക് മടങ്ങാനുമുള്ള ട്രംപിൻ്റെ പരസ്യമായ ആഹ്വാനങ്ങളെ ഒരു പക്ഷേ ഈ വൈകിയ വേളയിൽ ഇറാൻ സന്നദ്ധമായേക്കാം. അങ്ങനെയാണെങ്കിൽ എന്നാണ് അതുകൊണ്ട് ചില ആളുകൾ വീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ യുദ്ധത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറാൻ അമേരിക്ക അവരെ നിർബന്ധിക്കുകയും ചെയ്യും എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഒരു ആണവ കരാർ വിദൂരമാണെന്ന് തോന്നുന്നു. പക്ഷേ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതിനുള്ള ഒരു ഇറാനിയൻ ചർച്ചാ തന്ത്രം ഖമേനി ചിന്തിച്ചേക്കാം എന്നാണ് അത്തരം ആളുകൾ പറയുന്നത്. ഇത് പറയുന്നത് അലൻ പിനോ അറ്റ്ലാന്റിക് കൗൺസിലിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രോഗ്രാമുകളിൽ സ്കോക്രോഫ്റ്റ് മിഡിൽ ഈസ്റ്റ് സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിലെ ഒരു നോൺ റെസിഡൻറ്റ് സീനിയർ ഫെലോ ആണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ പ്രാദേശിക പ്രതിനിധികളുടെ പ്രതികരണം നമ്മോട് എന്തൊക്കെയാണ് പറയുന്നതെന്നും കൂടെ സൂചിപ്പിക്കുകയാണ്. ഇറാൻ്റെ പ്രാദേശിക പ്രോക്സികൾ ഗണ്യമായി ദുർബലപ്പെട്ടു. ഞാനത് വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞല്ലോ. ഹമാസ് പൂർണ്ണമായും തകർന്നു എന്നാണ് അവരുടെ വിലയിരുത്തുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ള ജാഗ്രത കാണിക്കുന്ന തരത്തിൽ പൊതു റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ ഹിസ്ബുള്ള വളരെ അധപ്പതിച്ച ഒരു നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു എന്ന് സിറിയയിലെ ബഷർ അൽ അസദിൻ്റെ ഭരണകൂടം ഇല്ലാതായി എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള കഴിവ് ഹൂത്തികൾ നിലനിർത്തുന്നുവെങ്കിലും കാര്യക്ഷമമോ തന്ത്രപരമായോ ഭീഷണിയില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇറാഖി ഷിയ മിലിഷ്യകൾക്കും വിഭവങ്ങളുണ്ടെങ്കിലും ഇറാനും ഇറാഖികളും തമ്മിൽ രാഷ്ട്രപരമായിട്ടുള്ള ഭിന്നതയുള്ളതുകൊണ്ട് അവിടെയുള്ള ഇറാഖി ഷിയ മിലിഷ്യകളൊന്നും തന്നെ ഇറാന് വേണ്ടിയിട്ട് ഇപ്പോൾ രംഗത്ത് വരികയുമില്ല. കാരണം അവർ തമ്മിൽ ശത്രുതയിലാണ്. അപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പ്രോക്സിയും പങ്കാളി ശൃംഖലയും അതിൻ്റെ പഴയ സ്വത്വത്തിൻ്റെ ഒരു പുറന്തോടും മാത്രമാണത് എന്ന് ജേസൺ എം ബ്രോഡ്സ്കി പറയുകയാണ്. അപ്പോൾ ഗാസയിലെ പലസ്തീനികളെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഗാസയിൽ നിലനിൽക്കുന്ന ഭയം, ഇസ്രായേൽ ഇറാൻ യുദ്ധം, പലസ്തീൻ എൻക്ലേവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പട്ടിണിയും സിവിലിയന്മാരുടെ കൂട്ടക്കൊലയും സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഗണ്യമായിട്ടിപ്പോൾ നിശബ്ദമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ യുദ്ധം ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണങ്ങളിലേക്കും നയിച്ചേക്കാമെന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ട്. ഇറാൻ ആക്രമണം സൃഷ്ടിച്ചേക്കാവുന്ന കുഴപ്പങ്ങളുടെ തലത്തിൽ ഞാൻ സംസാരിച്ച ഗാസയിലെ ചില ആളുകൾ ഭയപ്പെടുന്നു എന്ന് അർബ ഡാമൻ പറയുകയാണ്. അതായത് ഈ സംഘർഷം മേഖലകളിലൂടെ ഉടനീളം വ്യാപിപ്പിക്കുമെന്നതിനാൽ ഗാസയ്ക്കുള്ളിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് അത് നയിക്കും. എന്നിരുന്നാലും അവസാനം എങ്ങനെയിരിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയില്ലെങ്കിലും പേടി സ്വപ്നത്തിൻ്റെ ഘട്ടമെങ്കിലും അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നതായിട്ട് അവർ പറയുന്നു. അപ്പം അർവ ഡാമൺ അറ്റ്ലാന്റിക് കൗൺസിലിൻ്റെ റാഫിക് ഹരീരി സെൻറ്റർ ഫോർ ദി മിഡിൽ ഈസ്റ്റിലെ ഒരു നോൺ റെസിഡൻറ്റ് സീനിയർ ഫെലോയും ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ എയ്ഡ്സ് റിലീഫിൻ്റെ പ്രധാന പ്രവർത്തകയുമാണ്. മാത്രമല്ല റെസിഡൻഷ്യൻ്റെ അതായത് INRAയുടെ പ്രസിഡന്റും സ്ഥാപകനും കൂടിയാണ് അവർ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വിധത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ പ്രോക്സി വാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. കാരണം ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇറാനികൾക്ക് ഈ ഹൂത്തികളെയും ഹമാസിനെയും ഒന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇസ്രായേലിനെ അടിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ശ്രദ്ധ ഈ പ്രോക്സികളിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. മാത്രമല്ല ഇസ്രായേൽ സൈന്യം പുതിയ തിയേറ്ററിലേക്ക് ഇൻ്റലിജൻസ് കൈനറ്റിക് സ്ട്രൈക്ക് കഴിവുകൾ പുനർവിന്യസിക്കുന്നതോടെ ഗാസ മുനമ്പിലെ ഇസ്ലാമിക ഗ്രൂപ്പിന്മേലുള്ള സമ്മർദ്ദം ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധം തന്ത്രപരമായി ലഘൂകരിക്കുമെന്ന് ഹമാസ് നിസ്സംശയമായും സങ്കല്പിക്കുകയും കൂടി ചെയ്യുകയാണ്. എന്നിരുന്നാലും ടെഹ്റാനുമായി ശത്രുത ആരംഭിച്ചത് മുതൽ ഗാസയിലെ ഹമാസ് ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്രായേൽ സ്ഥിരമായ ബോംബാക്രമണവും കര നടപടികളും തുടരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ അവരെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പുതിയ യുദ്ധം ഏതെങ്കിലും തന്ത്രപരമോ കുതന്ത്രപരമോ ആയ രീതിയിൽ ഹമാസിന് ഗുണകരമാകാൻ സാധ്യതയില്ല എന്നുള്ളതും ഇതിൽ കൂടെ മനസ്സിലാക്കാവുന്നതാണ്. വാസ്തവത്തിൽ ഇറാനിൻ്റെ മുഖ്യ പിന്തുണക്കാർ കൂടെ ദുർബലമാകുന്നതോടെ ഹമാസിൻ്റെ പ്രാദേശിക നിലപാട് കൂടുതൽ വഷളാകും.
ഉണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഗാസയിലെ പലസ്തീനികൾ പലരും ഇറാന്റെ ദുരിതങ്ങളെക്കുറിച്ച് രഹസ്യമായോ പരസ്യമായോ ആഹ്ലാദിക്കുന്നുണ്ട്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള ഈ ബോംബ് സ്ഫോടനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കൊണ്ട് അതിലേറെ സന്തോഷിക്കുന്നത് പലസ്തീനിലുള്ള ആളുകളാണ്. കാരണം പലസ്തീൻ ജനതയെ ഇത്രമാത്രം അരാജകത്വത്തിലേക്ക് വലിച്ചിഴച്ചത് ഹമാസ് ആണെങ്കിലും ആ ഹമാസിനെ കൊണ്ട് അത് ചെയ്യിച്ചത് ഇറാനാണ് എന്നുള്ളത് പലസ്തീനിലുള്ള ഏത് കൊച്ചു കുട്ടിക്ക് പോലും അറിയാം.